സർക്കാരിൽ അവതരിപ്പിച്ചതിന് ശേഷം മുന്നണി ചർച്ച ചെയ്യുക എന്ന തലതിരിഞ്ഞ തീരുമാനമാണോ ഇപ്പോൾ LDF-ന്റേത്? അല്ല, ഇന്നിപ്പോൾ നമ്മൾ ഈ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കേണ്ട എന്ന ചോദ്യം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് മുന്നണി യോഗം നടന്നത് CPIയുടെ ആസ്ഥാനത്താണ് അല്ലേ? സാധാരണഗതിയിൽ AK സെന്ററിലാണല്ലോ ഈ യോഗം നടക്കുക. ഇന്നിപ്പോൾ CPIയുടെ ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നിട്ട് അവിടെ യോഗം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് മാത്രവുമല്ല, പതിവിൽ നിന്ന് ഭിന്നമായിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളമാണ് ഇന്ന് LDF യോഗം ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ LDF യോഗം കുറച്ച് ദീർഘമായി തന്നെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഈ LDFിലെ ചില ഘടകകക്ഷി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യം, വളരെ ഇൻറ്റൻസായ ഡിസ്കഷൻ നടക്കുന്ന യോഗങ്ങൾ തന്നെയാണിത് എന്നുള്ളതാണ്. ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻറ്റൻസായ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അരുൺ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ബ്രൂവറി വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നു. ആ വിഷയം CPI ഉന്നയിക്കുന്നു, RJDയും ഉന്നയിക്കുന്നു. നമ്മൾ കാണേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, TP രാമകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യോഗം വിളിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രൂവറി വിഷയത്തിൽ RJD ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യോഗം വിളിക്കുന്നത്. RJDക്ക് എത്ര MLA മാരുണ്ട്? ഒരൊറ്റ MLA ഉള്ളൂ. അപ്പം അത്ര ചെറിയൊരു പാർട്ടിയാണ്. ആ ചെറിയൊരു പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വിഷയം വിവാദപരമായിട്ടുള്ള വിഷയമായിരിക്കുമ്പോൾ പോലും അതിനൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് LDF എന്നുള്ളതാണ്. ആ കാര്യത്തിൽ RJDക്കും വലിയ സംതൃപ്തിയാണുള്ളത്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ്. മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചില അനുമതികൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതായത് LDF തീരുമാനിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ബ്രൂവറിയും ഡിസ്റ്റിലറിയൊക്കെ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മദ്യനയം എന്ന് പറയുന്നത് ഡിസ്റ്റിലറി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ആ കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, പാലക്കാട് പോലൊരു സ്ഥലത്ത്, എലപ്പള്ളി പോലൊരു പ്രദേശത്ത് ബ്രൂവറി വരുന്നു എന്നുള്ളതാണല്ലോ. അവിടെ ജലലഭ്യതയുടെ പ്രശ്നമുണ്ട്, ജല ദൗർലഭ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഒരു ജലചൂഷണം സംഭവിക്കുമെന്നും, നേരത്തെ കൊക്കക്കോള അടക്കമുള്ള ഫാക്ടറികൾക്ക് കുത്തുകൾക്കെതിരായിട്ട് അവിടെ ഇടതുപക്ഷം അടക്കമുള്ളവർ സമരം ചെയ്തിട്ടുള്ളതൊക്കെ ഈ ജല ചൂഷണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് പിന്നെ എന്താ പറയുക, ഒരർത്ഥത്തിൽ വീറ്റോ ചെയ്തിരിക്കുകയാണ്. കാരണം മന്ത്രിസഭാ തീരുമാനമെടുത്തു പോയി, അതിൻ്റെ അനുമതികൾ നൽകിപ്പോയി, ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ ഒരു പ്രയർ ഡിസ്കഷൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. മുന്നണിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം പാലക്കാട് എലപ്പുള്ളിയാണ് എന്നുള്ളത് പിന്നെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു അവിടെ അത് കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീഴ്ച സത്യത്തിൽ മുന്നണി നേതൃത്വത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയമില്ല. അക്കാര്യത്തിൽ പരിഭവമുള്ളവരാണ് CPIയും അതുപോലെ തന്നെ RJDയും അടക്കമുള്ള ആളുകൾ. ബാക്കി കക്ഷികൾ യോജിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, CPIയുടെ പ്രാദേശിക അവിടെ സമരത്തിന് പോവുകയാണ്. ഇനിയിപ്പോൾ അവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അവരത് കൺവിൻസ്ഡ് ആകുമോ എന്ന കാര്യത്തിലും പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ CPI വളരെ കൃത്യമായിട്ട് ഈ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് പോകുമ്പോൾ ഇതൊരു വിഷയമായിട്ട് മാറും എന്നുള്ളതാണ്. അത് പാലക്കാട് മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമായും അല്ല മനസ്സിലാക്കേണ്ടത്. ആ ഏരിയ മൊത്തത്തിൽ ഈ മലബാറിൽ വേണമെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാം UDFന് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാതെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനോട് മുന്നണി നേതൃത്വത്തിന് എതിരായിട്ട് തന്നെയുള്ള നിലപാടാണ് ഇപ്പോഴും CPIക്കും RJDക്കും ഉള്ളത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും നോക്കൂ, ഇപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് ഇത്രയും പാർട്ടികളുള്ളൊരു മുന്നണിയിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. യോജിപ്പുകളുള്ളതുപോലെ തന്നെ വിയോജിപ്പുകളുണ്ടാകും. നമ്മൾ നേരത്തെ ADGP അജിത് കുമാറുമായുള്ള വിഷയത്തിൽ വലിയ പ്രശ്നമായിരുന്നല്ലോ CPI ഉണ്ടാക്കിയത്. CPI മാത്രമല്ലല്ലോ, RJD പ്രശ്നമുണ്ടാക്കി, NCP പ്രശ്നമുണ്ടാക്കി. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ AK സെൻറ്ററിൽ നടന്ന LDF യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന CPIയും RJDയും NCPയും എന്താണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു ADGP അജിത് കുമാറിൻ്റെ വിഷയം എന്നുള്ളതാണ്. എന്നിട്ട് ഞങ്ങളത് ഉന്നയിക്കുകയും ആ വിഷയം എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ LDF യോഗത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ പുറത്തേക്ക് വന്ന് ഘടകകക്ഷി നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ അഭിപ്രായ ഭിന്നത സാധാരണഗതിയിൽ പുറത്തു പറയാറില്ല. അതൊക്കെ അവിടെ തന്നെ ചർച്ച ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം അവരത് ചെയ്യുകയും ചെയ്തു, അത് ഫലം കാണുകയും ചെയ്തു അല്ലേ? ആ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമായി. ഇത്തരത്തിലുള്ള ചില അഭിപ്രായ ഭിന്നതകളൊക്കെ LDFിൽ ഉണ്ടാകാറുണ്ട്. അപ്പോഴും LDF ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ശക്തമാണ്, ഇൻടാക്റ്റ് ആണ്. അതിനകത്തുള്ള ഭിന്നതകൾ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മുമ്പ് ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവില്ലേ, ഈ പിന്നെ വെളിയം ഭാർഗവൻ്റെ കാലം എന്ന് പറയുന്നത്, വെളിയം ഭാർഗവൻ ഒരു പിന്നെ ബാഗുമായിട്ട് നേരെ AK സെന്ററിൽ പോയിട്ട് തിരിച്ചു വരുന്നത് മുഴുവൻ എപ്പോഴും പാർട്ടിയായിട്ട് വിയോജിക്കാനായിരുന്നല്ലോ. പല കാര്യത്തിനകത്തും ആശാൻ എന്നാണല്ലോ വിളിക്കുക. ആശാൻ വരുന്നത് കാത്താ മാധ്യമങ്ങൾ നിൽക്കുക. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പിന്നെ വെളിയം ഭാർഗവൻ്റെ ഭാഗത്ത് നിന്നും. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കാനൻ രാജേന്ദ്രനാണ്. കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ചില വിയോജിപ്പുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കാനം കേട്ടിരുന്ന ഒരു പരാതി, പാർട്ടിക്കാരിൽ നിന്നൂടി കേട്ടിരുന്ന ഒരു പരാതി CPMന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. കോടിയേരി ബാലകൃഷ്ണനും പിന്നെ കാനൻ രാജേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, വ്യക്തിപരമായി തന്നെ നല്ല ബന്ധമായിരുന്നു. ആ അർത്ഥത്തിൽ ആ കോടിയേരിക്ക് അത് മറ്റെല്ലാ പാർട്ടി നേതാക്കളുമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കോടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറി ഇരിക്കുന്ന കാലത്ത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കളുമായി ഊഷ്മള ബന്ധം പുലർത്തിക്കൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടിയേരിക്ക് കഴിയുകയും ചെയ്തിരുന്നു. അത് വ്യക്തിപരമായ ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ LDF എന്ന് പറയുന്നത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അത് വിളിച്ചു പറയുകയോ ഒന്നും ചെയ്യുന്ന മുന്നണിയല്ല. അതിൻ്റെ അർത്ഥം തന്നെ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ഗൗരവത്തോടു കൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും ദീർഘമായ ചർച്ച അതിനകത്ത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, ചില ഉറപ്പുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് CPI ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു രണ്ടാമത്തെ പ്രശ്നമായിട്ടുള്ള സ്വകാര്യ സർവകലാശാലയുടെ പ്രശ്നം. ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രശ്നം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് റിസർവേഷൻ തത്വം പാലിക്കും, സംവരണ തത്വം നിർബന്ധമായും പാലിക്കും, അതുപോലെ ഫീസ് ഇളവിൻ്റെ കാര്യവും പാലിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കിഫ്ബി ടോളിൻ്റെ പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഒരു പത്രത്തിൻ്റെ വലിയ തലക്കെട്ട് തന്നെ കിഫ്ബിയിൽ CPI എതിർക്കുന്നു. മനോരമ ഇന്ന് കൊടുത്തിരുന്ന തലക്കെട്ട് തന്നെ അതാണ്, കിഫ്ബിയിൽ പിന്നെ വലിയ വിയോജിപ്പ് CPIക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രോജക്റ്റായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ എത്ര കിലോമീറ്റർ, ഏതൊക്കെ റോഡുകൾക്ക് പിന്നെ ടോൾ ഏർപ്പെടുത്തണം, എത്ര കിലോമീറ്ററിൽ ഏർപ്പെടുത്തണം, എത്ര പൈസ അത് പിരിക്കണം, ഇങ്ങനെയൊക്കെ ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് മാത്രമേ ഒരു മുന്നണി യോഗത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. മാത്രവുമല്ല, ഈ ഘടകകക്ഷികളിൽ പലരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും മുന്നണി പോകത്തില്ല, അതുകൊണ്ട് അതിനകത്ത് ഒരു അർജൻസിയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെന്നാണ്. അപ്പോൾ അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനകത്ത് LDF തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുന്നണിയുമാണ് LDF എന്ന് പറയുന്നത്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. കാരണം നമ്മൾ നോക്കിക്കേ, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട്, ഒരു 20 വർഷം എടുത്ത് നോക്കിക്കേ, എത്ര ഇൻടാക്റ്റ് ആയിട്ടാണ് ആ മുന്നണി പോയിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു കൊഴിഞ്ഞുപോക്കേ ഉണ്ടായിട്ടുള്ളൂ. PJ ജോസഫാണ് പോയത്, അല്ലേ? കഴിഞ്ഞ കുറേ കാലത്തിനുള്ളിൽ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ ഒരാൾ PJ ജോസഫാണ്. തിരിച്ച് ഈ UDF നിന്ന് കേരള കോൺഗ്രസ് മാണിയെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതൊക്കെ ബാലൻസ് ചെയ്യാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ LDF വളരെ ശക്തമാണ്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, പല സമയങ്ങളിലും വേണ്ടത്ര ചർച്ചകൾ ചില കാര്യങ്ങളിൽ സംഭവിക്കാതെ പോകുന്നുണ്ടോ, ആ സംഭവിക്കാതെ പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ചില ചർച്ചകൾ സംഭവിക്കാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ബ്രൂവറിയുടെ വിഷയം. പക്ഷേ ആ ബ്രൂവറിയുടെ വിഷയവും ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും മുന്നണിയിൽ പോകുന്ന പ്രശ്നമില്ല. ആ വിയോജിപ്പുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ സർക്കാർ അക്കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഘടകകക്ഷികളെ വിശ്വാസത്തിൽ എടുക്കണ്ടേ എന്ന ചോദ്യത്തിന് ഏത് മുന്നണിയും അതിൻ്റെ ഘടകകക്ഷികളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്. അതിനൊരു നല്ല മാതൃക എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് LDF ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഘടകകക്ഷികൾക്കിടയിലും ഘടകകക്ഷികൾ ഒന്നായും പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയായി തന്നെയാണ് ഞാൻ LDF-നെ കാണുന്നതും. Meet the editors.